നമ്മൾ ഇതൊക്കെ ഗൗരവതരമായി പഠിച്ചൊരു പ്രദേശത്തിൻ്റെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അതുകൊണ്ടാണല്ലോ ഞാൻ ടെക്നോ ലീഗൽ സ്റ്റഡി എന്നാണ്. ടെക്നിക്കലായിട്ടുള്ള സ്റ്റഡി വേണം, ലീഗലായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ടെന്നുള്ള പഠിക്കുന്നത്. തീർച്ചയായിട്ടും പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാകും, ഉറപ്പായിട്ട്. പോലീസ് FIR എടുത്തിട്ടുണ്ട്. ആ FIRന് പുറത്ത് പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാവും. അല്ല, അത് വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, വരട്ടെ. നമ്മൾ എന്താണ് ഏറ്റവും പ്രധാനം? നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താ? മനുഷ്യ ജീവന്റെ സംരക്ഷണവും നമ്മുടെ വസ്തുവകകളുടെ സംരക്ഷണവും നമ്മുടെ നാടിന്റെ സംരക്ഷണവും, അതാണ് നമ്മുടെ ഒന്നാമത്തെ പരിഗണന. അതിന് ദോഷം വരുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലാതെ ഒരു നിർമ്മാണ പ്രവർത്തനം തുടങ്ങി അത് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യാനല്ല നമ്മൾ ഈ പറയുന്നത്. പക്ഷേ ഇപ്പൊ തന്നെ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ഇതുണ്ടായത്. ആ തുടങ്ങിയതിരിക്കുന്ന കാരണം കൊണ്ടാണോ ഇത് സംഭവിച്ചിരിക്കുന്നത്, അല്ലെ മണ്ണ് കൂട്ടി അവിടെ ഇരിക്കുന്നത് കൊണ്ട്, അവിടെ വെള്ളം കെട്ടി നിന്നത് കൊണ്ടാണ്? അപ്പോൾ കുറച്ചു നേരം സ്ഥലത്ത് വെള്ളം കെട്ടി നിന്ന പാറ പൊടിഞ്ഞു പോരുന്ന സ്ഥിതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം, നമുക്ക് പരിശോധിക്കണം. ആ പരിശോധിക്കാൻ ഏറ്റവും അതറിയാവുന്ന ആളുകളെ, ബന്ധപ്പെട്ട ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളുകളെ വെച്ച് നമ്മൾ പരിശോധിപ്പിച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അതുവരെ നമ്മൾ പണി നിർത്തി വയ്ക്കാൻ പറയും, അല്ലേ? അല്ല, ഈ യോഗത്തിൽ കരാർ കമ്പനിക്കാരെ വിളിച്ച യോഗമല്ല, ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷനും റീഹാബിലിറ്റേഷനും വേണ്ടിയിട്ടും യോഗം വിളിച്ച യോഗമാണ്. ആ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഓൺലൈനിൽ ഉൾപ്പെടെയുള്ളത് പങ്കെടുത്തിരുന്നു. അതിലിപ്പോ കരാറുകാരെ വിളിച്ചിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ അല്ല, ഔദ്യോഗികമായി ഒന്നും വന്നിട്ടില്ല. അവർ പത്രസമ്മേളനത്തിലൊക്കെ നിങ്ങളോട് പറയുന്നതുണ്ട്. പക്ഷെ അവരെ കൊണ്ട് പറയിക്കും. അവർ ഉത്തരവാദിത്തം അവരെ കൊണ്ട് പറയിപ്പിക്കും. ഞാനിപ്പോ ആരെയും കുറ്റവാളിയായിട്ട് കണ്ടെത്തുന്നില്ല. കാരണം മന്ത്രിസഭാ യോഗം ഇത് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ വന്ന് ഇവിടെ ഇന്നിട്ട് പറഞ്ഞ് ഇന്നവരുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ദർ ഇസ് ആൻ ഇംപ്രോപ്പറൈറ്റി. അങ്ങനെ പറയാൻ പാടില്ല. ഉറപ്പായിട്ട് അതൊക്കെ ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. നമ്മൾ അതുപോലെ തന്നെ ഇത്രയും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ പൂർണ്ണമായി അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമും കൂടി ഗവൺമെന്റ് ആലോചിക്കും. അത് ജില്ലാ അഡ്മിനിസ്ട്രേഷനും ഇവിടുത്തെ ജനപ്രതിനിധികളും തമ്മിൽ ആലോചിച്ചിട്ട് അവർ വയ്ക്കുന്ന നിർദ്ദേശത്തിന് ഗവൺമെന്റ് പൂർണ്ണ പിന്തുണ കൊടുക്കും. എത്ര പേര് അപകട സ്ഥലത്ത് നിന്ന് മാറ്റി താമസിപ്പിക്കണം, അവർക്ക് സ്ഥലം കണ്ടെത്തി വീട് വെച്ചു കൊടുക്കണം എന്ന് ജനപ്രതിനിധികളും ജില്ലാ അഡ്മിനിസ്ട്രേഷനും കൂടി റിപ്പോർട്ട് തന്നാൽ ഗവൺമെന്റ് തയ്യാറാണ്. എത്ര ആളെ വേണമെങ്കിലും. കാരണം അപകടത്തിലേക്ക് ആളുകളെ ഇട്ടുകൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല. അവരെ വേറെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിച്ചിട്ട് അവർക്ക് ഒരു റീഅറേഞ്ച്മെന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന, പെർമനന്റ് ആയിട്ട് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഗവൺമെന്റ് തയ്യാറാണ്. എത്ര പേരാണെങ്കിലും തയ്യാറാണ്. അപകടത്തിലേക്ക് ആളുകൾ നിങ്ങൾ ഇനി തിരിച്ചങ്ങോട്ട് പോയിക്കോ, അവിടെ അപകടം ഉണ്ടായ എന്താണ് എന്ന് സർക്കാർ പറയില്ല. സർക്കാർ അവരെ പൂർണ്ണമായി പ്രൊട്ടക്ട് ചെയ്യും. ഞാൻ അവിടെ കണ്ടപ്പോൾ, അവിടെ റീഹാബിലിറ്റേഷൻ ക്യാമ്പിൽ കണ്ടപ്പോൾ അവർ പല ഉത്കണ്ഠ പങ്കുവച്ചു. അപ്പോൾ അവർക്ക് ഈ വാക്ക് അവർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം ഇതിൻ്റെ ഈ 2 ദിവസത്തെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുൻഗണന ജനപ്രതിനിധികൾ കൂടി പങ്കെടുത്ത് ആ മുൻഗണന കൊടുത്ത് ആ കാര്യം കൂടി ഭംഗിയായിട്ട് ചെയ്യും.